ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ആയാലോ. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനായിട്ട് പോകുന്ന ഒരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ആട്ടോ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ മുട്ട റോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ സബോള എടുത്തിട്ടുണ്ട്. ഞാൻ 4 വലിയ സബോളയായിട്ട് എടുത്തേക്കുന്നത്, നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ 10-12 അല്ലി വെളുത്തുള്ളിയും വേണം. 2 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. പച്ചമുളകൊക്കെ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് 1-2 കൂടുതൽ വേണമെങ്കിൽ എടുക്കാം. അതുപോലെ തന്നെ വേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 തക്കാളിയാണ്, 2 വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 10 മുട്ട പുഴുങ്ങിയിട്ട് ഇതുപോലെ 2-3 വരകൾ നമുക്ക് മുട്ടയുടെ എല്ലാ സൈഡുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം, അപ്പോൾ മസാലയൊക്കെ ഉള്ളിലേക്ക് ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാട്ടോ നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാട്ടോ ഉണ്ടാക്കുന്നത്. സബോള വഴറ്റാൻ ആവശ്യമുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, അതുപോലെ തന്നെ സബോള എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് മസാലയൊക്കെ പെട്ടെന്ന് വഴണ്ട് കിട്ടാനും നമുക്ക് നല്ലതാണ്. ഇനി നമുക്ക് നല്ല ബ്രൗൺ കളറാവുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇപ്പോൾ സബോളയൊക്കെ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. തീ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ. രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവുള്ള മുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് യൂസ് ചെയ്യുന്നത്. അധികം എരിവ് ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. അധികം കുരുമുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എരിവ് കൂടുതലാവും, അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമുക്ക് മസാലയൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മസാലയൊക്കെ മൂപ്പിക്കുമ്പോഴായാലും നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെയാട്ടോ വെക്കേണ്ടത്. 1 മിനിറ്റോളം നമുക്ക് ഈ മസാല ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. നമുക്ക് തക്കാളി നന്നായിട്ടൊന്ന് വേവിച്ച് ഉടച്ചെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഈ തക്കാളി വേവാനായിട്ട് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരിക്കലും പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ, കുറച്ച് വെള്ളം മതി. ഇനി നമുക്കിത് ഒന്ന് അടച്ച് വെച്ചിട്ട് ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മുട്ടയുമ്പോൾ ഒന്ന് വരഞ്ഞിട്ടേക്കണോണ്ട് തന്നെ നമുക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടും കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ നമുക്കിനി മുട്ട ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഈ മുട്ടയുടെ മുകളിലേക്ക് നമുക്ക് ഈ മസാലകളൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മസാലയും മുട്ടയൊക്കെ കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം.
നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കൊരു 1-2 മിനിറ്റ് നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ ഒരു 2 മിനിറ്റോളം ഞാനൊന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ചേർക്കണ്ട കേട്ടോ. മുട്ടയൊന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മല്ലിയില ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മുട്ട റോസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ മുട്ട റോസ്റ്റ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ടും ചെയ്യില്ലേ. താങ്ക്